തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത യോഗം തുടരുന്നു എന്നുള്ളതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് തെല്ലും വില കൽപ്പിക്കാത്ത നടപടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്നാണ് CPIM പ്രതിനിധി MV ജയരാജൻ യോഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി നൃപ്പൻ ചക്രവർത്തി ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. നൃപ്പൻ, ഈ യോഗം തുടരുകയാണോ? CPIMന്റെ വിമർശനം വളരെ ശക്തമായി ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് MV ജയരാജൻ. അതുപോലെ മറ്റ് പാർട്ടികളെ പ്രതിനിധീകരിച്ച് അവരുടെ നിലപാടുകൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, കോൺഗ്രസും BJPയും ഒക്കെ? സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായ പ്രതിഷേധമാണ് SIRനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയത്. CPIMനെ പ്രതികരിച്ച് MV ജയരാജൻ ഇത് വലിയ തരത്തിൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, നിയമസഭ പാസാക്കിയ ആ പ്രമേയത്തെ തെല്ലും വില കൽപ്പിച്ചില്ല, കേരളത്തിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം കേന്ദ്രത്തെ ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി, എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സമീപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. രേഖകൾ സംബന്ധിച്ച് അവ്യക്തതയുണ്ട്. മതിയായ ഈ റേഷൻ കാർഡ്, എല്ലാ വീടുകളിലുമുള്ള റേഷൻ കാർഡ് പോലും ഇക്കാര്യത്തിൽ രേഖയായി പരിഗണിക്കുന്നില്ല, തിരിച്ചറിയൽ കാർഡ് പരിഗണിക്കുന്നില്ല. ഒപ്പം തന്നെ 2002 വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അത് പരിഗണിക്കുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ, പല കാര്യത്തിൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഈ മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും ഇത് പരിഗണിക്കാതെ എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചാൽ വളഞ്ഞ വഴി ഇത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന് ഈ കാര്യത്തിൽ ഉള്ളത് എന്ന രൂക്ഷ വിമർശനമാണ് CPIMന്റെ പ്രതിനിധിയായിട്ടുള്ള MV ജയരാജൻ യോഗത്തിൽ ഉന്നയിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരും ഈ BJP ഒഴിച്ച് മുഴുവൻ പേരും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. കേരളം പൊതുവായി ഇക്കാര്യത്തിൽ ന്യായമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലൊരു വാശി പിടിക്കുന്നു, ഇതിന് പിന്നിലുള്ളത് ഗൂഢലക്ഷ്യം തന്നെയാണ് എന്ന എതിർപ്പാണ് കേരളത്തിന്റെ പൊതുവികാരമായി യോഗത്തിൽ ഉയർന്നത്. ഇപ്പോഴും യോഗം തുടരുകയാണ്. എന്നാൽ രത്തൻ ഖേൽക്കർ ഇക്കാര്യത്തിൽ ആദ്യം മുഖവരയായി വിശദീകരിച്ചത് 2025 അവസാനത്തെ പട്ടിക പ്രകാരമായിരിക്കും ഈ കാര്യത്തിൽ ഫോം വിതരണം ചെയ്യുക. അത് ഇക്കാര്യത്തിൽ സുതാര്യമായ നടപടി ഉണ്ടാകും, ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിക്കും. ഇക്കാര്യത്തിൽ ജനങ്ങൾ അവെയർ ആയതുകൊണ്ട് സാക്ഷരത അടക്കമുള്ള കാര്യങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെയാണ് പേര് ചേർക്കേണ്ടത്, മതിയായ രേഖകളൊക്കെ ഉള്ള മനുഷ്യരാണ്. കേരളത്തിൽ 90% ജനങ്ങൾക്ക് കയ്യിലും രേഖകളുണ്ട്. അതുകൊണ്ട് ഈ സമയബന്ധിതമായി പൂർത്തിയാക്കും. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം. പക്ഷേ കേരളത്തിന്റെ പൊതുവികാരം ഇക്കാര്യത്തിൽ എതിരാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പൗരത്വ രജിസ്റ്റർ ഗൂഢമായി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്നാണ് CPIM ഈ യോഗത്തിൽ ഉന്നയിച്ചത്. ശരത്. ശരി, ഇപ്പോൾ നൃപ്പൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വലിയ വിമർശനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ യോഗത്തിൽ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ CPIM ശക്തമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസും അസമയത്താണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണിത് നടപ്പിലാക്കുന്നത്. തീരുമാനം വളരെ ദ്രോഹകരമാണ് എന്നുകൂടിയാണ് കോൺഗ്രസ് നിലപാട് വന്നിട്ടുള്ളത്. ഇതിനെ പതിവ് പോലെ ന്യായീകരിച്ചും കൊണ്ടാണ് BJP പ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കുന്നത്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നീക്കത്തിന് എല്ലാ പിന്തുണയും വളരെ സ്വാഭാവികമാണ്. ദേശീയതലത്തിൽ BJPയുടെ ആ നയത്തെ അതുതന്നെ ആവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ അവരുടെ പ്രതിനിധി സുരേഷും ഈ യോഗത്തിൽ പറഞ്ഞത് ഈ വിധമാണ്.